ഹായ് എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ടോപ്പർ. നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ യൂണിറ്റ് 1 സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അതിൽ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. അപ്പം എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് ഈസി മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതായത് നമ്മൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് തൊട്ടു മുമ്പായിട്ട് എന്താണ് എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല? എംപിരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ സിംപ്ലസ്റ്റ് ഫോർമുല, അല്ലെങ്കിൽ നമ്മളിപ്പം ബെൻസീൻ എടുക്കാണ്, ഫോർ എക്സാമ്പിൾ ബെൻസീൻ എടുക്കുമ്പോൾ ബെൻസീന്റെ എംപിരിക്കൽ ഫോർമുല നമ്മൾ എഴുതുന്നത് CH ആണ്. CH മീൻസ് അതായത് മോസ്റ്റ് റെഡ്യൂസ്ഡ് റേഷ്യോ ഓഫ് എലമെന്റ്സിനെ ആയിരിക്കും നമ്മൾ അവിടെ കാണിക്കുന്നത്. ഇനി മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്, മോളിക്കുലാർ ഫോർമുല ഈസ് ദി ആക്ച്വൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. അതായത് നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് കാർബൺ എത്ര ഉണ്ട്, ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്, അതായത് ആ ഒരു എലമെന്റ്സിന്റെ ആക്ച്വൽ നമ്പറിനെ കാണിക്കുന്നതാണ് മോളിക്കുലാർ ഫോർമുല. ഇനി മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ഇക്വേഷൻ ആണ്, അതായത് അത് തമ്മിലുള്ള റിലേഷൻ ആണ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. മനസ്സിലായോ? അതില് എൻ എന്ന് പറയുന്നത് മോളാർ മാസ്, കോമ്പൗണ്ടിന്റെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതായത് ഈ എം എന്ന് അവിടെ എഴുതിയേക്കുന്നത് എംപിരിക്കൽ ഫോർമുല മാസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ മോളാർ മാസും എംപിരിക്കൽ ഫോർമുല മാസും എംപിരിക്കൽ ഫോർമുലയെ അറിഞ്ഞിരുന്നാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇക്വേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എംപിരിക്കൽ ഫോർമുല CH എന്ന് തന്നിട്ടുണ്ട്, മോളാർ മാസ് 78 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എംപിരിക്കൽ ഫോർമുല CH എന്ന് കിട്ടിയിട്ടുണ്ട്, മോളാർ മാസ് 78, ദെൻ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? മോളിക്കുലാർ ഫോർമുല. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ, മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇപ്പൊ ക്വസ്റ്റിനകത്ത് മോളാർ മാസ് തന്നിട്ടുണ്ട്, മോളാർ മാസ് തന്നിരിക്കുന്നത് 78 ആണ്, ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ക്വസ്റ്റിനകത്ത് എംപിരിക്കൽ ഫോർമുല എത്ര തന്നിരിക്കുന്നത്? എംപിരിക്കൽ ഫോർമുല CH എന്ന് തന്നിട്ടുണ്ട്. അപ്പം CH ആണ് എംപിരിക്കൽ ഫോർമുല എങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ അതിലെ കോമ്പൗണ്ടിന്റെ, അതായത് അതിലെ എലമെന്റ്സിന്റെ മാസ് തമ്മിൽ ആഡ് ചെയ്യണം. ഇപ്പൊ എംപിരിക്കൽ ഫോർമുല CH ആണെങ്കിൽ കാർബൺ ഇവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ, അപ്പൊ കാർബണിന്റെ മാസ് എത്ര വരുന്നത്? 12 വരും. പ്ലസ് ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അപ്പൊ പ്ലസ് 1 വരും. അപ്പൊ 12 പ്ലസ് 1 13 ആയിരിക്കും നമ്മുടെ എംപിരിക്കൽ ഫോർമുല മാസ്. മനസ്സിലായോ? ഇപ്പൊ 78 ഡിവൈഡഡ് ബൈ 13 വരും, ഇൻറ്റു എംപിരിക്കൽ ഫോർമുല നമുക്ക് ക്വസ്റ്റിനകത്ത് എത്ര തന്നെ? CH എന്നായിരുന്നു തന്നത്. അപ്പം 78ഉം 13 നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 ആയിരിക്കും വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു CH എന്ന് വരും. അപ്പൊ എങ്ങനെയാ വരുന്നത് മോളിക്കുലാർ ഫോർമുല? എന്നിട്ട് നമുക്കിപ്പോ 6 ഇൻറ്റു CH എന്ന് വന്നാല് കാർബണിനെയും ഹൈഡ്രജനെയും എന്തായിരിക്കും? അവിടെ 6 ആയിരിക്കും വരുന്നത്. ഇപ്പൊ മോളിക്കുലാർ ഫോർമുല വരുന്നത് C6H6 എന്നായിരിക്കും. ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മോളിക്കുലാർ ഫോർമുല നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതിപ്പോ നമ്മൾ മോളിക്കുലാർ ഫോർമുലയാണ് കണ്ടുപിടിച്ചതെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ്. അപ്പൊ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നോക്കിയേ, പെർസെന്റേജ് ഓഫ് കാർബൺ 75 എന്ന് തന്നിട്ടുണ്ട്, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 25 ആണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനാദ്യം നമുക്ക് അതായത് ഇങ്ങനെയുള്ള പ്രോബ്ലം എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഞാനിവിടെ 2-3 ഓപ്ഷൻസ് തരാം. ഫസ്റ്റ് ഓപ്ഷൻ എഴുതിക്കോ, CH4 ആണ്. സെക്കൻഡ് ഓപ്ഷൻ CH3, തേർഡ് ഓപ്ഷൻ C2H4 ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഒരു C6H6.
ഇത്ര വെച്ച്. അപ്പൊ നമുക്കിത് ഓപ്ഷൻസ് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നോക്കിയേ, കാർബൺ 75% എന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ എത്ര തന്നിട്ടുണ്ട്? 25% തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത്, ഇങ്ങനെ പെർസെന്റേജിന്റെ ബേസിൽ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിച്ചാല് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഹൈഡ്രജന്റെ പെർസെന്റേജിന്റെ എത്ര മടങ്ങാണ് കാർബണിന്റെ പെർസെന്റേജ് വരുന്നത്. അതായത് ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്? 25%. 25%ന്റെ എത്ര മടങ്ങാണ് 75? അതായത് 25നെ നമ്മൾ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 75 കിട്ടുന്നത്. അതായത് 25 × 3 ആണ് 75%. അതായത് ഹൈഡ്രജന്റെ മാസിന്റെ 3 മടങ്ങാണ് ഇവിടെ കാർബണിന്റെ മാസ് വരുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസിനകത്ത് ഈ 3 മടങ്ങ്, അതായത് ഹൈഡ്രജന്റെ മാസിന്റെ 3 മടങ്ങ് കാർബൺ എവിടാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ ഏതായിരുന്നു? CH4 ആയിരുന്നു. അപ്പൊ CH4 എടുക്കുമ്പോൾ CH4ലെ കാർബണിന്റെ മാസ് എത്ര? ഒരു കാർബണേ ഉള്ളൂ. കാർബണിന്റെ മാസ് 12 ആണ് വരുന്നത്. ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? അപ്പൊ 4 ഹൈഡ്രജൻ ആകുമ്പോൾ ഹൈഡ്രജന്റെ മാസ് 4 × 1 എത്ര വരുന്നത്? 4 ആയിരിക്കും വരുന്നത്. ഇനി നോക്കിയേ, ഹൈഡ്രജന്റെ മാസ് ഇവിടെ 4 ആണ്. അപ്പൊ 4ന്റെ എത്ര മടങ്ങാണ്? 4ന്റെ എത്ര മടങ്ങാണ് നമ്മുടെ ഇവിടുത്തെ കാർബണിന്റെ മാസം നോക്കണം. അതായത് 4ന്റെ എത്ര മടങ്ങാണ് കാർബണിന്റെ മാസായ 12 വരുന്നത്? 3 മടങ്ങല്ലേ വരുന്നത്. അതായത് 4 × 3 ആണ് 12. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ എ, CH4 ആണ്. അപ്പൊ അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണിത്. അതായത് ഹൈഡ്രജന്റെ മാസിന്റെ എത്ര മടങ്ങാണ് കാർബണിന്റെ മാസ് വരുന്നത് നോക്കണം. എന്നിട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്കപ്പം കറക്റ്റ് ആൻസർ വരുന്നത് എത്രയാണ്? CH4 ആണ് വരുന്നത്. അതായത് ഇവിടെ ഹൈഡ്രജന്റെ മാസ് 4ഉം കാർബണിന്റെ മാസ് 12ഉം ആണ്. 4 × 3 ആണ് 12 എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് CH4 ആണ്. അപ്പം ഈ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്നെങ്കിൽ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കും. മോളിക്കുലർ ഫോർമുലയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ അതിൽ മോളാർ മാസ് ഒക്കെ തരും. ഇനി എംപിരിക്കൽ ഫോർമുല ഇങ്ങനെ പെർസെന്റേജ് ബേസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, an organic compound contains 90% carbon, 10% hydrogen by mass. Its empirical formula is. ഇത് 2025 കീം എക്സാമിന് ചോദിച്ചതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 5 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിന്റെ പെർസെന്റേജ് എത്ര തന്നെ? കാർബണിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യൻ അനുസരിച്ച് 90% തന്നിട്ടുണ്ട്. ഹൈഡ്രജന്റെ പെർസെന്റേജ് 10% എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല, ഇപ്പൊ നമ്മുടെ നേരത്തെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഹൈഡ്രജന്റെ മാസിന്റെ എത്ര മടങ്ങാണ് കാർബണിന്റെ മാസ്? ഹൈഡ്രജൻ ഇവിടെ 10 ആണ്, കാർബൺ ഇവിടെ 90 ആണ് അല്ലെ? അപ്പം 10ന്റെ, അതായത് ഹൈഡ്രജന്റെ മാസിന്റെ എത്ര മടങ്ങാണ് കാർബണിന്റെ മാസ് വരുന്നത്? അതായത് ഹൈഡ്രജന്റെ മാസ് ഇവിടെ 10 ആണെങ്കിൽ 10നെ നമ്മൾ ഒരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 90 കിട്ടുന്നത്. മനസ്സിലായോ? ഹൈഡ്രജന്റെ മാസിനെ 9 വെച്ച്, ഹൈഡ്രജന്റെ മാസ് 10 ആണ്, അതിനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ കാർബണിന്റെ മാസ് കിട്ടുന്നത്. അപ്പം ഈ ഒരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓപ്ഷൻ അനുസരിച്ച്, ഓപ്ഷനകത്തെ ഏത് കോമ്പൗണ്ടിലാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് C2H4 ആണ്. അപ്പൊ ഇവിടെ കാർബണിന്റെ മാസ് എത്ര വരുന്നത്? കാർബണിന്റെ മാസ് 12 ആണ് വരുന്നത്. 2 കാർബൺ ഉള്ളത് കൊണ്ട് 12 × 2 എത്ര വരും? 24 വരും. അടുത്ത ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇവിടെ 4 ആണ്. അപ്പൊ 4 × 1 എത്ര വരുന്നത്? 4 ആണ് വരുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഹൈഡ്രജന്റെ മാസിന്റെ 9 മടങ്ങാണോ കാർബണിന്റെ മാസ്? ഇവിടെ ഹൈഡ്രജൻ, ഓപ്ഷൻ എയില് ഹൈഡ്രജന്റെ മാസ് 4ഉം കാർബണിന്റെ മാസ് 24 ആണ്. അതായത് 4നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 വന്നത് അല്ലേ? അപ്പം അതാണോ കറക്റ്റ് ആൻസർ? നമുക്ക് കറക്റ്റ് 9 മടങ്ങ് വേണം. ഇവിടെ എത്ര മടങ്ങാ വന്നേ? 6 മടങ്ങാ വന്നേ. അപ്പം ഓപ്ഷൻ എ അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാലോ. രണ്ടാമത് വരുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് C3H6 ആണ് വരുന്നത്. അതായത് കാർബൺ ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ കാർബണിന്റെ മാസ് 12 × 3 നമുക്ക് 36 വരും. ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് 6 × 1 എത്ര വരുന്നത്? 6 വരും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഹൈഡ്രജന്റെ മാസിന്റെ 9 മടങ്ങാണോ കാർബണിന്റെ മാസ്? അതായത്
6നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 36 കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ ബിയിൽ എത്ര വരുന്നത്? 6 മടങ്ങാ വരുന്നത്. നമുക്ക് 9 മടങ്ങ് വന്നില്ല. അപ്പൊ ഓപ്ഷൻ ബിയും എന്താണ് അവിടെ തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ സി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സിയില് C3H8 എന്നാണ് അല്ലെ. ഇപ്പൊ ഓപ്ഷൻ സിയില് കാർബണിന്റെ മാസ് 12 × 3 36 എന്ന് വരും. ഹൈഡ്രജന്റെ മാസ് എത്ര വരുന്നത്? 8 ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ 9 മടങ്ങാണോ വരുന്നത്? ഹൈഡ്രജന്റെ മാസിന്റെ 9 മടങ്ങാണോ 36 വരുന്നത്? അല്ലല്ലോ. അതായത് ഏകദേശം ഒരു 4.5 ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സിയും എന്തല്ല കറക്റ്റ് ആൻസർ അല്ല. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ഡി C3H4. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ ഡി C3H4 എടുക്കുമ്പോൾ കാർബണിന്റെ മാസ് 12 × 3 എത്ര വരും? 36 വരും. ഹൈഡ്രജന്റെ മാസ് 4 വരുന്നത്. അതായത് ഹൈഡ്രജന്റെ മാസിന്റെ 9 മടങ്ങാണോ കാർബണിന്റെ മാസ് എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഹൈഡ്രജൻ ഇവിടെ 4, കാർബൺ 36, അതായത് 4 × 9 ആണ് 36 വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അതായത് ഹൈഡ്രജന്റെ പെർസെന്റേജിന്റെ എത്ര മടങ്ങാണോ കാർബൺ വരുന്നത്, അത്രയും മടങ്ങ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്തും കിട്ടണം. അപ്പൊ നമ്മളിപ്പോ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് C3H4ലാണ് എന്ത് കിട്ടിയത്? നമുക്ക് 9 മടങ്ങ് കിട്ടിയത്. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇയൂടെ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് C2H6 ആണ് അല്ലെ. അതായത് കാർബണിന്റെ മാസ് ഇവിടെ 24 വരും. ഹൈഡ്രജന്റെ മാസ് എത്ര വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പൊ 6 × 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 24 വരുന്നത്. അതായത് 4 മടങ്ങ്. അപ്പൊ ഓപ്ഷൻ ഇയു എന്തല്ല അവിടെ കറക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി C3H4. അപ്പൊ ഇതുപോലുള്ള ഈസി മെത്തേഡ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്